നമസ്കാരം. ഇന്ന് നടന്ന മുഴുവൻ വാർത്തകളും ഒറ്റ നോട്ടത്തിൽ അറിയാം ന്യൂസ് 360യിലൂടെ. ആദ്യം തലക്കെട്ടുകളിലേക്ക്. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മ അന്തരിച്ചു. സംസ്കാരം നാളെ. പുതുവത്സരത്തിൽ ബാറുകൾ രാത്രി 12 വരെ, സമയപരിധി നീട്ടി ഉത്തരവ്. കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ശനിയാഴ്ച, മൊഴിയെടുത്തത് ക്രൈംബ്രാഞ്ച്. പുതുവർഷാഘോഷത്തെ വരവേൽക്കാൻ കൂടുതൽ സർവീസുകളുമായി കൊച്ചി മെട്രോ. കൊച്ചി ബ്രോഡ്വേയിൽ തീപിടുത്തം, 10ലേറെ കടകൾ കത്തിനശിച്ചു. ബേക്കൽ ഫെസ്റ്റിൽ വേടിന്റെ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്ക്, ഒരാൾ മരിച്ചു. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി കൊച്ചിയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. എളമക്കരയിലെ വസതിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അമ്മയുടെ വിയോഗ വാർത്തയറിഞ്ഞ് സിനിമാ ലോകം കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന അമ്മ ഇന്ന് ഉച്ചയോടെ എളമക്കരയിലെ വീട്ടിൽ വെച്ചാണ് അന്തരിച്ചത്. നാളെയാണ് സംസ്കാര കർമ്മങ്ങൾ. മരണ വാർത്തയറിഞ്ഞ് നടൻ മമ്മൂട്ടി, സുൽഫത്ത്, ദിലീപ്, ആന്റണി പെരുമ്പാവൂർ തുടങ്ങി നിരവധി പേർ വസതിയിലെത്തി അന്തിമ ഉപചാരം അർപ്പിച്ചു. ഏറെക്കാലമായി രോഗാവസ്ഥയിലായിരുന്ന അമ്മയെ ലാൽ അതീവ ശ്രദ്ധയോടെയാണ് പരിചരിച്ചിരുന്നത്. മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. പുതുവത്സര ആഘോഷത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ബാറുകളുടെയും ബിയർ പാർലറുകളുടെയും പ്രവർത്തന സമയം നീട്ടി. നാളെ രാത്രി 12 മണി വരെ ഇവയ്ക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയതായി എക്സൈസ് വകുപ്പ് അറിയിച്ചു. നാളെ പുതുവർഷം പിറക്കാനിരിക്കെ വിനോദസഞ്ചാരികൾക്കും ആഘോഷ പ്രേമികൾക്കും വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനമാണ് എക്സൈസ് വകുപ്പ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ബാറുകൾക്കും ബിയർ പാർലറുകൾക്കും നാളെ രാത്രി 12 മണിവരെ പ്രവർത്തിക്കാൻ സർക്കാർ അനുമതി നൽകി. സാധാരണ പ്രവർത്തന സമയത്തിന് ശേഷവും ആഘോഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ഇളവ്. കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ തിരക്ക് കണക്കിലെടുത്താണ് ഈ പ്രത്യേക ഉത്തരവ്. ആഘോഷവേളകളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോലീസും എക്സൈസും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയൊരു ഉണർവ് നൽകുന്ന കാര്യം കൂടിയാണ് സർക്കാരിന്റെ ഈ ഒരു നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. SITക്ക് നൽകിയ മൊഴിയിൽ താൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ താൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ എന്ന നിലയിൽ മാത്രമാണ് തനിക്ക് അറിയാവുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അപേക്ഷകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും ദേവസ്വം വകുപ്പിന് ഇക്കാര്യത്തിൽ അറിവില്ലായിരുന്നുവെന്നും അദ്ദേഹം മൊഴി നൽകി. ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ലെന്നും ന്യായപരമായ തീരുമാനങ്ങൾ മാത്രമാണ് വകുപ്പ് എടുക്കാറുള്ളതെന്നും മന്ത്രി അറിയിച്ചു. അന്വേഷണ സംഘം ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം കേസിൽ റിമാൻഡിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഉന്നതരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും. വർഷാവസാന ദിവസത്തെ തിരക്കും പുതുവർഷാഘോഷവും കണക്കിലെടുത്ത് കൊച്ചി മെട്രോ ട്രെയിൻ, വാട്ടർ മെട്രോ, ഫീഡർ ബസ് എന്നിവ കൂടുതൽ സർവീസ് നടത്തും. പുതുവർഷ ആഘോഷങ്ങളോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിലെ യാത്രാ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, ഫീൽഡ് ബസ് എന്നിവയുടെ സർവീസ് സമയം ദീർഘിപ്പിച്ചു. മെട്രോ ട്രെയിനുകൾ ജാനുവരി 1 പുലർച്ചെ 1:30 വരെ സർവീസ് നടത്തും. ആലപ്പുഴ, തൃപ്പൂണിത്തറ സ്റ്റേഷനുകളിൽ നിന്ന് 1:30-നും ഇടപ്പള്ളിയിൽ നിന്ന് പുലർച്ചെ 2 മണിക്കുമാകും അവസാനത്തെ ട്രെയിനുകൾ പുറപ്പെടുക. കൂടാതെ ജാനുവരി 3 വരെ മെട്രോ സർവീസുകൾ രാത്രി 11 മണി വരെ ലഭ്യമായിരിക്കും. വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ ഡിസംബർ 31 രാത്രി 7 മണിക്ക് സർവീസുകൾ അവസാനിക്കുമെങ്കിലും പുതുവർഷ പുലരിയിൽ 12 മണി മുതൽ 4 മണി വരെ ഹൈക്കോർട്ട് മട്ടാഞ്ചേരി, ഹൈക്കോർട്ട് വൈപ്പിൻ റൂട്ടുകളിൽ പ്രത്യേക സർവീസുകൾ ഉണ്ടായിരിക്കും. ഇതോടൊപ്പം ബുധനാഴ്ച രാത്രി 12 മുതൽ പുലർച്ചെ 4 വരെ വൈപ്പിൻ ഹൈക്കോർട്ട് റൂട്ടിലും റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്ന ഹൈക്കോർട്ട് MG റോഡ് സർക്കുലർ റൂട്ടിലും ഇലക്ട്രിക് ഫീഡർ ബസ്സുകൾ സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. കൊച്ചി ബ്രോഡ്വേയിലെ കൊളത്തുറ ബസാർ കെട്ടിടത്തിൽ വൻ തീപിടുത്തം. ഫാൻസി, കളിപ്പാട്ട കടകളടക്കം 10ലേറെ കടകൾ കത്തിനശിച്ചു. സമീപത്തെ മാലിന്യ ഷെഡിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം.
നഗരത്തിലെ തിരക്കേറിയ വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേയിലെ കൊള്ളത്തുറ ബസാർ കെട്ടിടത്തിൽ ഇന്ന് പുലർച്ചെ 1:30 ഉണ്ടായ അതിഭീകരമായ തീപിടുത്തത്തിൽ വൻ നാശനഷ്ടം. ഫാൻസി സാധനങ്ങളും കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന 12ഓളം കടകൾ പൂർണ്ണമായും കത്തി നശിച്ചു. പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളും മറ്റും എളുപ്പത്തിൽ തീപിടിക്കുന്ന വസ്തുക്കളുമാണ് കടയിൽ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ തീ അതിവേഗം പടരുകയായിരുന്നു. കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ആക്രി സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തു നിന്നാണ് തീ പടർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീധർ തിയേറ്ററിന് സമീപത്തുള്ള 4 നില കെട്ടിടത്തിലാണ് സംഭവം നടന്നത്. രാത്രി ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി എത്തിയ തൊഴിലാളികളാണ് ആദ്യം തീ കണ്ടത്. ഉടനെ തന്നെ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചതിനാലാണ് കൂടുതൽ വലിയ ദുരന്തം എന്തായാലും ഒഴിവായത്. ഏകദേശം 8ഓളം അഗ്നിരക്ഷാ യൂണിറ്റുകൾ മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് പുലർച്ചെ 3:30 തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായത്. കടകൾ അടച്ചിരുന്ന സമയം ആയതിനാൽ തന്നെ ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് വ്യാപാരികൾക്ക് സംഭവിച്ചിരിക്കുന്നത്. ബ്രോഡ്വേയിലെ ഇടുങ്ങിയ വഴികൾ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് എത്തുന്നതിന് ചെറിയ തടസ്സം സൃഷ്ടിച്ചിരുന്നെങ്കിലും സമയോചിതമായ ഇടപെടൽ വഴി തൊട്ടടുത്തുള്ള കടകളിലേക്കൊക്കെ തീ പടരുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാനായി സാധിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം എന്തായാലും ആരംഭിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ബേക്കൽ ബീച്ച് ഫെസ്റ്റിൽ റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 13 പേർക്ക് പരിക്കേറ്റു. പരിപാടി സ്ഥലത്തേക്ക് വേഗത്തിൽ എത്താൻ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി പൊയിനാച്ചി സ്വദേശി ദേവാനന്ദൻ മരിച്ചു. 20 വയസ്സായിരുന്നു ദേവാനന്ദന്. ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ ആവേശത്തിന് ദാരുണമായ 2 സംഭവങ്ങളാണ് കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രശസ്ത റാപ്പർ വേടന്റെ സംഗീത പരിപാടിക്കിടെ ഉണ്ടായ നിയന്ത്രിക്കാൻ കഴിയാത്ത ജനത്തിരക്കിൽപ്പെട്ട് 13 പേർക്ക് പരിക്കേറ്റതായാണ് പ്രാഥമിക വിവരങ്ങൾ. എന്നാൽ ഇതിനേക്കാൾ നോവാകുന്നത് പരിപാടി കാണാനുള്ള തിരക്കിനിടയിൽ പൊലിഞ്ഞ ഒരു യുവാവിന്റെ ജീവനാണ്. പരിപാടി നടക്കുന്ന ബേക്കൽ ബീച്ചിലേക്ക് വേഗത്തിൽ എത്താനായിട്ട് റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി പൊയിനാച്ചി സ്വദേശിയായ ദേവനന്ദൻ ദാരുണമായി മരണപ്പെട്ടു. 20 വയസ്സായിരുന്നു പ്രായം. പരിപാടി കാണാനെത്തിയ ആയിരക്കണക്കിന് യുവാക്കളുടെ തിരക്ക് നിയന്ത്രിക്കാൻ അധികൃതർക്ക് സാധിക്കാതെ പോയത് വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. പരിക്കേറ്റവരെ ഉടനെ തന്നെ പരിസരത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ കനത്ത പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിരോധമാണ് ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നത്. ഇന്ന് നടന്ന മുഴുവൻ വാർത്താ സമഗ്രവും ഇവിടെ അവസാനിച്ചു. വീണ്ടും നാളെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി കാണാം.